ഹായ് ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പം കൊല്ലം ആശ്രമ മൈതാനത്ത് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി എത്തിയതാണ്. ഞാനും അനിലയും ഞങ്ങളുടെ മക്കളും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട്. അച്ഛനെയും അമ്മയും വിളിച്ചു. അമ്മ മാത്രമേ വന്നോളൂ, അച്ഛൻ വന്നില്ല. അച്ഛന് യാത്രയൊന്നും ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങ് മാറി. ഇപ്പം നമ്മൾ അവിടെ എത്തി. ഒരു 5:30 മണി ആയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. 150 രൂപയ്ക്ക് നമുക്ക് കാഴ്ചകൾ ഒരുപാട് കാണാൻ ഇവിടെ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുന്ന ക്യൂ ആണിത്. ഇപ്പം ഇങ്ങനെ ക്യൂ ആണെങ്കിലും ടിക്കറ്റ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു നിയന്ത്രണവും ഇല്ല. എല്ലാവർക്കും ഇഷ്ടാനുസരണം നടക്കാം. ഫസ്റ്റ് കയറുന്നിടത്ത് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാവുന്ന രീതിയിലുള്ളതാണ്. അവിടെ കിളികളൊക്കെ കൂട്ടിലിട്ടേക്കുമല്ല, ഇങ്ങനെ അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി പറന്നു കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും അവർ നമ്മളുടെ തലയ്ക്ക് മുകളിലൂടെയും പുറകിലും ഒക്കെ ഇതുപോലെ വന്നിരിക്കും. അതുകൊണ്ട് ഇവിടെ മൊത്തം ആൾക്കാർ കൊച്ചുങ്ങളെയും കൊണ്ട് വലിയവരും എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോകും. അവിടെ റോബർട്ടുകളുടെ ഇതാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു നായക്കുട്ടിയാണ്. അത് എല്ലാവരുടെ അടുത്തേക്ക് ചാടി ചാടി വരികയാണ്. അനങ്ങാതെ നിന്നിട്ട് പെട്ടെന്ന് ചാടി വരുമ്പോൾ നമ്മളൊന്ന് പേടിച്ചു പോകും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് ഉറക്കെ കരയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഇതാണ്. പക്ഷെ അത് കാണാൻ നല്ല രസമാണത്. അത് കഴിഞ്ഞ് അടുത്തടുത്തേക്ക് പോകുമ്പോൾ ഇതൊരു പിക്ചറാണ്. ആ പിക്ചറിനകത്ത് വെള്ളം വീഴുന്നതാണ്. ഇവിടെയും ആൾക്കാർ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെയും തിരക്കാണ് ഫോട്ടോയൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ. അവിടെ ഞങ്ങൾ തമ്പുരുവിനെയും ലച്ചുവിനെയും പിടിച്ചിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നോക്കിയപ്പം സ്കൂബ ഡേവാണ്. നമ്മളത് പത്രത്തിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഞാനിതുവരെയും കണ്ടിട്ടില്ലായിരുന്നു. ഞാനും കണ്ടിട്ടില്ല, അനിലയും കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കണ്ടു. അവിടെ നിന്ന് നോക്കിയപ്പം കാണാം വേറെ കുറച്ചപ്പുറത്തായിട്ട് വീണ്ടും നല്ല ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നു. നോക്കിയപ്പം മത്സ്യകന്യകയുടെ ഇതാണ് അവിടെ. നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു ഇവിടെ മത്സ്യകന്യകയുടെ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തോട്ട് കടൽ മത്സ്യങ്ങളുടെ ഏരിയയാണ്. പലതരത്തിലുള്ള ചെറുതും വലുതും ഒക്കെ ആയ ഒരുപാട് തരത്തിലുള്ള മത്സ്യങ്ങളെ കാണാൻ പറ്റും. ഇങ്ങനെ പലതരത്തിലുള്ള മീനുകളൊക്കെ ഞങ്ങൾ കണ്ടു വന്നപ്പോൾ കാണാം ഇവിടെ പല വർണ്ണങ്ങളിലുള്ള മീനുകൾ. കുഞ്ഞു കുഞ്ഞു മീനുകളാണെങ്കിലും എല്ലാ കളറിലും ഉണ്ട്. അത് കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ മീനുകളെയൊക്കെ കണ്ടു വന്നപ്പോൾ പിന്നെ ഒരു തുരങ്കം പോലുള്ള ഭാഗമാണ്. അതിനകത്തൂടെ കയറി പോകുമ്പോൾ നമ്മൾ കടലിനടിയിലൂടെ പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. തലയ്ക്ക് മുകളിലൂടെയും രണ്ട് സൈഡിലും എല്ലാം വെള്ളവും അതിലെല്ലാം നമ്മൾ ഈ കണ്ട മത്സ്യങ്ങൾ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഒരു കടലിനടിയിലൂടെ പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല രസമാണ് കാണാൻ. അത് കഴിഞ്ഞ് നമ്മളിങ്ങ് വെളിയിലിറങ്ങിയപ്പോൾ വീണ്ടും ഒരു പെട്ടി പോലെ ഉള്ളതിനകത്ത് ഇതുപോലെ പല വർണ്ണത്തിലുള്ള നേരത്തെ കണ്ട അതേ സെയിം മീനുകൾ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ 2 പൂച്ചക്കുട്ടികളും ഉണ്ട്. പൂച്ചക്കുട്ടികൾ 2 പേരും ഉറക്കമാണ്. അത് അനങ്ങാതെ കിടക്കുവാണ്. പക്ഷേ ഈ വെള്ളത്തിനകത്ത് ഈ മീനുകൾക്കൊപ്പം അതെങ്ങനെയെന്നുള്ളതൊരു അത്ഭുത കാഴ്ചയാണ്. അങ്ങനെ കടൽ മത്സ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. കുറച്ചിപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ തത്തയും പാമ്പ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അത് നമ്മൾ പൈസ അടയ്ക്കുമ്പോൾ നമുക്കതിനെ പിടിച്ച് നമ്മുടെ കയ്യിൽ വെച്ച് തരും. അങ്ങനെയുള്ള സ്ഥലമാണിത്.
പിന്നെ അല്ലാതെ കുറേ നട്ട്സുകളും അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ, പിന്നെ അച്ചാറുകൾ, അങ്ങനെയൊക്കെയുള്ള കച്ചവട ഏരിയ ആണ് ഇതെല്ലാം. എല്ലാം ഇതിനകത്ത് തന്നെയാണ്. ഇതൊക്കെ കണ്ട് കണ്ട് കഴിക്കാനുള്ളത് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടോ. അതെല്ലാം കണ്ട് കണ്ട് അവർ ടേസ്റ്റ് ചെയ്യാൻ തരുമ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്ത്, എന്നിട്ട് അച്ചാർ കുറച്ച് മേടിച്ചു. അച്ചാറൊക്കെ മേടിച്ചിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ കാണാം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പുളിമുട്ടായി ഇരിക്കുന്നുണ്ട്. അതും വാങ്ങി. അതിനുശേഷം നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് കൊച്ചുങ്ങളൊക്കെ കളിക്കുന്ന ഏരിയ എത്തി. അപ്പോൾ ട്രെയിനും പിന്നെ അവർക്കല്ലാതെ ഒക്കെ കളിക്കാനുള്ള പല എന്തിൻ്റെയും പേരുകളൊന്നും നമുക്കറിയില്ല. അതൊക്കെ കണ്ടു. പിന്നെ അവരെ അതിലൊക്കെ ഒന്ന് കയറ്റാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു. അനില കുഞ്ഞിന് വിശന്നായിരുന്നു. അതിന് ആഹാരം കൊടുക്കാൻ വേണ്ടി ഒരു സൈഡിലോട്ട് പോയി. അമ്മയും ദേവും അനിലയുടെ കൂടെ പോയി. ഞങ്ങൾ പിന്നെ കൊച്ചുങ്ങളെയും കൊണ്ട് അവർക്ക് ഏതിലാണോ കളിക്കേണ്ടത് ആ ഭാഗത്തോട്ട് നടന്നു. അങ്ങനെ ഇവിടെ ഇവർക്ക് ഇതിൽ അകത്ത് കയറി കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അവരെ രണ്ടുപേരെ അതിലോട്ട് ഞങ്ങൾ കയറ്റി വിട്ടു. ഒരു 10 മിനിറ്റ് നേരം അവരെ അവിടെ കളിക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷം അവർക്ക് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞു. അതിനും ടിക്കറ്റ് എടുത്തു. ഇത് വലിയ ട്രെയിനാണ്. കുറച്ച് മുമ്പ് നമ്മൾ താഴെ ഒരു ചെറിയ ട്രെയിൻ കണ്ടായിരുന്നു. അതിൽ അവർക്ക് കയറണ്ട, അവർക്ക് വലിയ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെയും കൊണ്ട് ടിക്കറ്റും എടുത്ത് വന്നു. അതിൽ വലിയവർക്കും കയറാം. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവിടെ അതിൽ നിറഞ്ഞിട്ടില്ല. ഈ സീറ്റെല്ലാം ഫുള്ള് ഏകദേശം നിറഞ്ഞാലേ അവർ വിടുകയുള്ളൂ. അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിങ്ങനെ വെളിയിലിറങ്ങി ഒരു നാരങ്ങ വെള്ളം കുടിക്കുകയാണ്. സോഡ നാരങ്ങ വെള്ളമാണ് മേടിച്ചത്. പക്ഷെ ഒട്ടും തണുപ്പില്ലായിരുന്നു, അതുകൊണ്ട് കൊള്ളില്ലായിരുന്നു. എങ്കിലും ഇത്രയും നടന്നു. ഇതിനകത്ത് നടന്ന് നമ്മൾ ഊപ്പാട് വരും. അത്രയ്ക്ക് നടക്കാനുണ്ട്, അതുപോലെ കാണാനും ഉണ്ട്. അതെല്ലാം കണ്ടു വന്നപ്പോഴത്തേക്ക് ദാഹിച്ച്. അങ്ങനെയാണ് ഈ ജ്യൂസ് മേടിച്ചത്. ഒരുപാട് മധുരമില്ലാത്ത ജ്യൂസ് ആകുമ്പോൾ ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചാണ് സോഡ നാരങ്ങ വെള്ളം മേടിച്ചത്. പക്ഷെ അത് കൊള്ളില്ലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്തൊരു കടയിൽ കയറി ഇത് ഏത്തയ്ക്കപ്പവും മുളക് ബജിയും ഒക്കെ മേടിച്ച്. ഇതെല്ലാ സാധനവും നമ്മൾ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഭയങ്കര വിലയും പുറത്ത് നമ്മുടെ സാധാരണ വിലയാണ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് വന്നാണ് മേടിച്ചത്. പിന്നെ ദേവുവിനൊക്കെ പാനിപൂരി വേണമെന്ന് പറഞ്ഞു, അതും വാങ്ങി. അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഞങ്ങളിപ്പം. എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം തിരിച്ച് വീട്ടിലെത്തി. ഡ്രസ്സൊക്കെ മാറി. അപ്പോഴും നമ്മൾ അച്ചാർ വാങ്ങിയ കൂട്ടത്തിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ പുളിമുട്ടായി ഇരിക്കുന്നതുണ്ട്. അച്ചാറിൻ്റെ കൂട്ടത്തിൽ ഇത് വെച്ചതുകൊണ്ട് അച്ചാറിൻ്റെ ആ ചാറൊക്കെ ഇതിനകത്ത് പിടിക്കുകയും ചെയ്തു. ആ ബേസ് ബോർഡിനകത്തൊക്കെ ആയി. ഞങ്ങൾ ഈ പുളിമുട്ടായി വാങ്ങിച്ചത് വേറെ ആരും കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വന്ന ഉടനെ തന്നെ അതിനെ എടുത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഒരു റൂമിൽ കയറി നിന്ന് കഴിക്കുകയാണ്. പിള്ളേർ ഇത് കണ്ടു. പിള്ളേർക്ക് രണ്ടുപേർക്കും കൊടുത്ത്. ഒരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞ്. പക്ഷെ ഇത് നമ്മൾ സാധാരണ ഇപ്പം കടയിലൊക്കെ കിട്ടുന്ന പുളിമുട്ടായി അല്ല. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെയൊക്കെ കിട്ടിയിരുന്ന പുളിമുട്ടായിയാണ്. ഒരു രുദ്രാക്ഷം പോലുള്ളൊരു കായൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതിന് വേറെ ടേസ്റ്റാണ്. ഇനി അതിൻ്റെ ഒരു പഴമാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ പുളിമുട്ടായി എന്ന് പറയുന്നെങ്കിലും. നമ്മുടെ സാധാരണ ഇപ്പം കടയിലൊക്കെ കിട്ടുന്ന പുളിയും ശർക്കരയും കൂടെ ചേർന്ന ആ മുട്ടായി ഒന്നും അല്ല. ഇത് വേറൊരു ടേസ്റ്റാണ്. പക്ഷെ ഇത് എങ്ങും കാണാറേ ഇല്ല. ഇതുപോലെ കന്യാകുമാരിയിലൊക്കെ പോയപ്പോഴാണ് ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് കണ്ട ഉടനെ ഇതിൻ്റെ ഒരു വലിയൊരു പാക്കറ്റ് തന്നെ വാങ്ങിച്ചു. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേരടുത്ത് പറഞ്ഞു ഇതിൻ്റെ കുരുവൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.